നാട്ടിലെ ഉത്സവം കൊടിയേറിയിട്ടുണ്ട്. ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. ലക്ഷദ്വീപമാണ്. പച്ചയിൽ ധർമ്മശാസ്താവിന്റെ നടയിലാണ് നിൽക്കുന്നത്. ഓടിയെത്താൻ പറ്റി. അത് തന്നെ വലിയ കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്ന് പച്ചക്കോവിലാണ്. അപ്പം ഇവിടുത്തെ പൂരപ്പറമ്പ് നിറയെ ആൾക്കാരും വിളക്കും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയാം എന്നുവെച്ചാൽ ലക്ഷമൊന്നും അല്ല, അതിനെക്കാട്ടിയും കൂടുതൽ വിളക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമേല് വിളക്കും ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരു മഴയൊക്കെ പെയ്തു. പക്ഷെ ദീപാരാധന സമയമായി, വിളക്ക് കൊളുത്തുന്ന സമയമായപ്പോ എല്ലാം മാറി. എന്തായാലും എനിക്ക് ഈ തിരക്കിന്റെ ഇടയിൽ ഓടി വന്ന് അയ്യന് വേണ്ടിയിട്ട് ഒരു വിളക്ക് കത്തിക്കാൻ പറ്റി. ഭയങ്കര സമാധാനമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചീനെയും കല്ലൂനെയും അമ്മേനെയും ഒക്കെ. അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒന്ന് ലക്ഷദ്വീപത്തിന് വരാനായിട്ട്. പക്ഷെ പറ്റിയില്ല ആൾക്ക്. കല്ലുവും ചേച്ചിയും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അവർക്കും ഒന്നും വരാൻ പറ്റിയില്ല. കല്ലു അമ്മയുടെ കൂടെ ആയിപ്പോയി. ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അയ്യനോട് ഞാൻ ഒരുപാട് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയ്യപ്പ, ഇവിടെ നിന്നാണ് ഞങ്ങളെല്ലാം തുടങ്ങിയിട്ടുള്ളത്. നീ ഞങ്ങളെ കാത്തോണേ, ഞങ്ങളെ അമ്മേനെ രക്ഷിച്ചോണേ എന്ന് മനസ്സുരുകി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലോട്ടുകൾ ഒരുപാട് ആ പൂരപ്പറമ്പ് നിറയെ വെച്ചിട്ടായിരുന്നു കേട്ടോ വിളക്ക് കത്തിച്ചിരുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ 18 വയസ്സ് വരെ ഈ ഒരു അമ്പലത്തിന് ചുറ്റും മാറി മാറിയാണ് വാടക വീടുകളിൽ താമസിച്ചിരുന്നത്. അപ്പൊ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലവും ഈ ഒരു പൂരവും നാട്ടിലെ ഉത്സവവും അവിടെ ചെന്നാലും അത്രയും ബന്ധുക്കളാണ്. അപ്പം ഈ മണ്ണിൽ അയ്യന്റെ മണ്ണിൽ ചവിട്ടി നടന്നപ്പോഴേ പണ്ട് കാലത്ത് പായസം വാങ്ങാൻ ഓടിയതും മണ്ഡലകാലവും അയ്യപ്പന്റെ നടയില് പണ്ട് നീന്തൽ പഠിക്കാൻ പോയതും ഒക്കെ തന്നെ കേട്ടോ മനസ്സിൽ.